ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള അതിപുരാതനമായ ക്ഷേത്രങ്ങളുള്ള നാടാണ് നമ്മുടെ കേരളം. അത്തരത്തിൽ 2000 വർഷത്തിലേറെ പഴക്കമുള്ള അതിപുരാതനമായൊരു ക്ഷേത്രമുണ്ട് കേരളത്തിൽ. കോഴിക്കോട്, മലപ്പുറം ജില്ലകളുടെ അതിർത്തിയിൽ കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ പഞ്ചായത്തിലും മലപ്പുറം ജില്ലയിലെ കീഴുപറമ്പ് പഞ്ചായത്തിലുമായി തൃക്കളയൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മഹാദേവ ക്ഷേത്രമായ തൃക്കളയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ കൃത്യമായ കാലപ്പഴക്കം നിർണയിക്കുക പോലും ഏറെ പ്രയാസകരമായ കാര്യമാണ്. കാരണം അത്രയേറെ പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. അവിടേക്കുള്ള യാത്രയിലാണ്. ഉയർന്ന ഒരു കുന്നിന്റെ മുകളിലായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലേക്കുള്ള യാത്രാമധ്യേ ചുറ്റിനും മലകളും മറ്റുമൊക്കെ കാണാൻ സാധിക്കും. മനോഹരമായ ഭൂപ്രകൃതിയാണ് കേട്ടോ. പച്ചപ്പ് നിറഞ്ഞ ശാന്തമായ അന്തരീക്ഷം. രാവിലെ വരാനാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. രാവിലത്തെ ആ ഒരു തണുപ്പും തണുത്ത കാറ്റും മനോഹരമായ പച്ചപ്പും സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു കാഴ്ചയുമൊക്കെ ആസ്വദിക്കേണ്ടത് തന്നെയാണ്. റോഡിന്റെ ഇരുവശങ്ങളിലും പച്ചപ്പിന്റെ അലങ്കാരം പോലെയാണ് മരങ്ങളും പുൽമേടുകളും ഒക്കെ ഉയർന്നു നിൽക്കുന്നത്. മഴക്കാലത്ത് ഈ റോഡുകൾ മഞ്ഞു പുരണ്ടതുപോലെ ഭംഗിയായി കാണപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പായി, മുൻഭാഗത്തേക്ക് എത്തുന്നതിന് മുമ്പായി ഈ കാണുന്ന ഒരു വഴി കൂടിയുണ്ട് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. ഇവിടെ വാഹനം പാർക്ക് ചെയ്തിട്ട് വേണമെങ്കിലും നമുക്കുള്ളിലേക്ക് പോകാം. ഞാൻ എന്തായാലും ഇതുവഴി ഉള്ളിലേക്ക് കടക്കാനല്ല ആഗ്രഹിക്കുന്നത്, മുൻഭാഗത്തു കൂടി തന്നെയാണ്. എന്നിരുന്നാലും വല്ലാത്തൊരു ആകർഷകത ഈ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴുണ്ട്. അകത്തേക്ക് കയറിപ്പോകാൻ തോന്നുന്ന പോലെ ഒരു പ്രതീതി. ഞാൻ എന്തായാലും വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഈ പ്രദേശമൊക്കെ ഒന്ന് നടന്നു കണ്ടു. ക്ഷേത്രത്തിന്റെ പിൻഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ പോലും എന്തൊരു ഐശ്വര്യമാണ്, എന്തൊരു ശാന്തതയാണ്. ഈ കാണുന്നത് ഒരു ആനവയർ മതിലാണ്. എന്നുവെച്ചാൽ പഴയ കാലത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച മതിലുകളിലൊന്ന്. അങ്ങനെ പെട്ടെന്നൊന്നും തകർക്കാൻ കഴിയുന്ന ഒന്നല്ല ഇത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് സവിശേഷതകൾ പറയാനുണ്ട്. ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. ഈ കാണുന്നത് ആനവയർ മതിലിനോടൊപ്പം അകത്തേക്ക് കടക്കാനുണ്ടായിരുന്ന ഒരു കവാടവും അതിന്റെ ഗോപുരവും ഒക്കെയാണ്. അതൊക്കെ ഇന്ന് തകർന്നു കിടക്കുകയാണ്. എന്നിരുന്നാലും ഈ കാഴ്ചയിൽ പോലും വല്ലാത്തൊരു ഭംഗിയുണ്ട്. ഈ കാലഘട്ടത്തിൽ പോലും ഇത്രയും ആകർഷകത്വം ഈ ക്ഷേത്രത്തിനുണ്ടായിരുന്നുവെങ്കിൽ പുരാതന കാലത്ത് ഇത് എത്രമാത്രം മഹത്തരമായിട്ടുള്ള ഒരു ക്ഷേത്രമായിരുന്നിരിക്കണം. നമുക്കെന്തായാലും ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തു കൂടി തന്നെ പ്രവേശിക്കാം. അവിടെയാണ് കൗതുകങ്ങളും അത്ഭുതങ്ങളുമെല്ലാം ഒളിഞ്ഞിരിക്കുന്നത്. ഈ കാണുന്ന വഴി നേരെ പോകുന്നത് ക്ഷേത്രത്തിന്റെ മുന്നിലേക്ക് തന്നെയാണ്. ക്ഷേത്രത്തിന്റെ പേരൊക്കെ എഴുതിയ മനോഹരമായ ഒരു ആർച്ച് നമുക്കിവിടെ കാണാം. അതിന് സമീപത്തായി ഒരു കൈലാസവും കാണാം. ഈ കൈലാസത്തിന് ആധുനിക കേരളത്തിന്റെയും ഇന്ത്യയുടെയും മതസൗഹാർദ്ദത്തിന്റെ ഒരു ചരിത്രമുണ്ട്. ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടടുത്തായി പണിതിരിക്കുന്ന ഈ കൈലാസം 4 കലാകാരന്മാരുടെ മഹാസൃഷ്ടിയാണ്. തൃക്കളയൂർ സ്വദേശികളായ ശ്രീധരൻ എന്ന കുട്ടൻ, സുകുമാരൻ, സുരേഷ്, സബിൻകുമാർ എന്നിവരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത്. ആരെയും വിസ്മയിപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം. ക്ഷേത്രത്തിന്റെ 3 സെന്റ് ഭൂമിയിൽ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെയാണ് ശില്പങ്ങൾ നിർമ്മിച്ചത്. ശിവൻ, പാർവതി ദേവി, നന്ദികേശൻ, ശംഖ് എന്നിവയാണ് ഇവിടെയുള്ളത്. കലാകാരനും പ്രവാസിയുമായ ശ്രീധരന്റെ ആഗ്രഹമാണ് കൈലാസത്തിന്റെ മാതൃകയിലേക്ക് എത്തിച്ചത്. ഇത് നിർമ്മിക്കാനായിട്ട് സാമ്പത്തികമായി സഹായിച്ചത് വെട്ടുപാറ സ്വദേശി ബഷീർ എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ കൂടി സഹായത്തോടെയാണ് മതസൗഹാർദ്ദത്തിന്റെ കൂടി വേറിട്ട പ്രതീകമായിട്ട് ഇത് നിർമ്മിക്കപ്പെടുന്നത്. എന്തായാലും ഇവിടെ നിന്ന് നമുക്കിനി ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തേക്ക് പോകാം. നോക്കൂ, ഈ കാണുന്നതാണ് മഹത്തായ കേരളത്തിലെ അതിപുരാതനമായ മഹാക്ഷേത്രങ്ങളിലൊന്നായ തൃക്കളയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം. ഒരുപാട് സവിശേഷതകൾ ഈ ക്ഷേത്രത്തിനുണ്ട്. ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ചും അതിൻ്റെ മറ്റ് സവിശേഷതകളെക്കുറിച്ചും പറയുന്നതിന് മുമ്പ് ക്ഷേത്രത്തിന്റെ ചരിത്രത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡൈനാമിറ്റ് പരീക്ഷിച്ചത് ദാ ഈ കാണുന്ന മഹാക്ഷേത്രത്തിലാണ്. വർഷം 1884. അന്നൊരു ക്രിസ്മസ് ദിനമായിരുന്നു. ഏകദേശം 12ഓളം കലാപകാരികൾ ചാലിയാർ കടന്നുവന്ന് തൃക്കളയൂർ ക്ഷേത്ര ഗോപുരം കൈയടക്കുകയാണ്. അതിനുശേഷം പുറത്തേക്ക് അവർ വെടിയുതിർക്കുകയും ചെയ്തു. അന്ന് ബ്രിട്ടീഷ് ഭരണമാണ്. ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇക്കാര്യം അറിയുകയാണ്. ഉടനെ തന്നെ
കലാപകാരികളെ പിടികൂടുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടീഷ് സൈന്യം ശക്തമായ പോരാട്ടം ആരംഭിക്കുകയാണ്. രണ്ടു ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വെടിയുതിർത്തു. കലാപകാരികൾ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ക്ഷേത്രം കൈയടക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ അവർ പോരാട്ടം നടത്തി. എന്നാൽ വിശ്വാസികൾക്കും ക്ഷേത്രവാസികൾക്കും തങ്ങളുടെ ക്ഷേത്രം, പവിത്രമായ ആ ക്ഷേത്രം തിരികെ നൽകാൻ ബ്രിട്ടീഷ് സർക്കാർ അന്ന് നിർബന്ധിതരായി. അതുകൊണ്ട് തന്നെ ക്ഷേത്രവാസികൾക്കും വിശ്വാസികൾക്കും വേണ്ടി അവർ ആ പോരാട്ടം നടത്തി. ഒടുവിൽ ഇരുഭാഗത്തും വലിയ നാശനഷ്ടമുണ്ടായി. അങ്ങനെ ചരിത്രത്തിലാദ്യമായിട്ട് ബ്രിട്ടീഷ് സൈന്യം ഡൈനാമിറ്റ് പരീക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. അതിന് കാരണം ഈ ക്ഷേത്രത്തിന്റെ ഗോപുരം തകർക്കാൻ കഴിയാതെ വന്നതാണ്. ഈ ക്ഷേത്രത്തിന്റെ ഗോപുരം മറികടന്ന് അകത്തേക്ക് പ്രവേശിക്കുക അത്ര എളുപ്പമല്ല. ഈ കാണുന്നത് പോലെ ആയിരുന്നില്ല ആ ഗോപുരം. വളരെ മനോഹരമായ ഒരു ക്ഷേത്ര ഗോപുരവും കവാടവുമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇതിനോട് സമാനമായിട്ടുള്ള ഒരു ക്ഷേത്ര ഗോപുരത്തെ ഞാൻ ഇവിടെ കാണിക്കാം. കേരളത്തിലെ തന്നെ തൃശൂർ ജില്ലയില് ചെമ്മന്തട്ട ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെമ്മന്തട്ട മഹാദേവ ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഏതാണ്ട് ഇതുപോലെ മനോഹരമായി നിലനിന്നിരുന്ന ക്ഷേത്ര ഗോപുരമാണ് അന്ന് ബ്രിട്ടീഷുകാർ തകർത്തത്. കലാപകാരികളിൽ നിന്ന് ക്ഷേത്രത്തെ രക്ഷിക്കാനാണ് എന്നാണ് വില്യം ലോഗന്റെ മലബാർ മാനുവലിൽ പറയുന്നത്. വളരെ ശക്തമായ രീതിയിലാണ് അക്കാലത്ത് ക്ഷേത്രങ്ങളുടെ കോമ്പൗണ്ട് വാൾ പണിതിരുന്നത്. ഈ ക്ഷേത്രത്തിന്റെ ആനവയർ മതില് വളരെ പവർഫുൾ ആയിരുന്നു. അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്ത് കാണുന്ന ക്ഷേത്ര ഗോപുരവും സാമാന്യം നല്ല രീതിയിൽ ശക്തമായിട്ട് നിർമ്മിച്ചതായിരുന്നു. ഒടുവിൽ ഡൈനാമിറ്റ് കൊണ്ടുവരാൻ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നു. മദ്രാസിൽ നിന്ന് അത് കൊണ്ടുവരികയാണ്. എന്നാൽ ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അവർക്കറിയില്ലായിരുന്നു. ഒടുവില് മാല പോലെ കോർത്ത് ആ മതിലിന് മുകളിലേക്ക് എറിഞ്ഞ് അത് പൊട്ടിക്കുകയായിരുന്നു. അന്ന് തകർന്ന അവസ്ഥയിൽ തന്നെയാണ് ഇന്നും ക്ഷേത്രത്തിന്റെ ഗോപുരം കാണപ്പെടുന്നത്. സത്യത്തിൽ ഭാരതത്തിലെയും കേരളത്തിലെയും ഏറ്റവും മഹത്തായൊരു ക്ഷേത്രമാണത്. ഈ ക്ഷേത്രത്തിന് വേണ്ടത്ര പ്രശസ്തി കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഇങ്ങനെയൊരു ക്ഷേത്രത്തെക്കുറിച്ച് അറിയാം? വളരെ കുറച്ചു പേർക്ക് മാത്രം, പ്രത്യേകിച്ച് മലബാർ ഭാഗത്തുള്ള കുറെ ആളുകൾക്ക് മാത്രം അറിയാവുന്ന ഒരു ക്ഷേത്രമാണ് ഇന്നിത്. എന്നാൽ ഒരു കാലത്ത് ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നും ഏറ്റവും സമൃദ്ധിയും സ്വത്തും ഉണ്ടായിരുന്ന ക്ഷേത്രങ്ങളിലൊന്നുമായിരുന്നു. കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ഈ ക്ഷേത്രത്തില് പ്രധാന പ്രതിഷ്ഠ ശങ്കരനാരായണനാണ്. കൂടാതെ പാർവതി, ഗണപതി, വേട്ടയ്ക്കൊരു മകൻ, നാഗങ്ങൾ എന്നിവരും ഉപദേവതകളായി ക്ഷേത്രത്തിലുണ്ട്. ചരിത്രമനുസരിച്ച് ക്ഷേത്രത്തിലെ പ്രാരംഭ പ്രതിഷ്ഠ ശിവലിംഗ രൂപത്തിലുള്ള മഹാദേവന്റേത് തന്നെയായിരുന്നു. എന്നാൽ വില്വമംഗലം സ്വാമിയാർ ക്ഷേത്രത്തിന്റെ മുകളിൽ ഒരു സാളഗ്രാമം സ്ഥാപിക്കുകയും സാളഗ്രാമം ശിവലിംഗത്തിൽ ലയിച്ചു ചേരുകയുമായിരുന്നു. അങ്ങനെയാണ് ശങ്കരനാരായണനായിട്ട് ഇവിടെ ആരാധന ആരംഭിക്കുന്നത്. പുരാതന കാലത്ത് ക്ഷേത്രത്തിൽ വളരെയധികം സമ്പത്തുണ്ടായിരുന്നു. പുരാതന കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നുമായിരുന്നു ഇത്. സമ്പന്നം എന്ന് പറയുമ്പോൾ ഏറനാട് താലൂക്കിലെ മുഴുവൻ ഭൂമിയുടെയും ഉടമസ്ഥത ഈ ക്ഷേത്രത്തിനായിരുന്നു. 1840 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ടുള്ള കരാർ പ്രകാരം 10,000 ഏക്കർ സ്ഥലം മരങ്ങൾ നടുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് നൽകി. ഇന്നത്തെ കനോലി പ്ലോട്ട് ഈ കരാറിലെ സ്ഥലത്താണ്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാം എത്രമാത്രം വലിയ സമ്പത്തുണ്ടായിരുന്ന ക്ഷേത്രമായിരുന്നു ഇത് എന്ന. ഇന്നും ക്ഷേത്രത്തിന് ഏക്കർ കണക്കിന് ഭൂമിയുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ക്ഷേത്രത്തിന്റെ മതിൽക്കകത്ത് മാത്രം ഏകദേശം 5 ഏക്കറെങ്കിലും സ്ഥലമുണ്ടാകുമെന്നും കരുതപ്പെടുന്നു. ക്ഷേത്രത്തിന് പുറത്തും ക്ഷേത്രത്തിന്റെ സമ്പത്ത് ധാരാളമുണ്ട് എന്നാണ് സമീപവാസികളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അതായത് ഇന്നും സാമാന്യം നല്ല സ്വത്തുള്ള ഒരു ക്ഷേത്രം തന്നെയാണ്. കേരളോൽപ്പത്തി എന്ന വിഖ്യാതമായ ചരിത്ര ഗ്രന്ഥത്തിൽ വളരെയധികം പ്രാധാന്യത്തോടെ ഈ ക്ഷേത്രത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ഗോകർണ മുതൽ കന്യാകുമാരി വരെയുള്ള ചില പ്രധാന ക്ഷേത്രങ്ങളെപ്പറ്റി കേരളോൽപ്പത്തിയിൽ പരാമർശമുണ്ട്. അതിൽ കാല് പെരിഞ്ചല്ലൂര്, തല തൃശ്ശിവപെരൂര്, വയറ് തൃക്കളയൂര് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മഹാദേവനുമായി ബന്ധപ്പെട്ട് അത്തരമൊരു സങ്കല്പം നിലനിന്നിരുന്നു എന്ന് വേണം കരുതാൻ. അതിൽ വയർ ഭാഗം തൃക്കളയൂർ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നുവെന്നാണ് വിശ്വാസം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള 5ഓളം പടുകൂറ്റൻ ആൽമരങ്ങൾ ഇന്നും ക്ഷേത്രത്തിന്റെ 4 ദിക്കുകളിലും നമുക്ക് കാണാം. മലബാറിലെ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ ശ്രീ തൃക്കളയൂർ മഹാദേവ ക്ഷേത്രം വിദ്യ സമ്പാദിക്കുന്നതിനും ആരോഗ്യകരമായ ജീവിതത്തിനും വിശേഷ അനുഗ്രഹം നൽകുന്ന ഭാവത്തിലാണ് പ്രതിഷ്ഠയുള്ളത്. ഒരുപക്ഷെ മലബാറിലെ തന്നെ ഏറ്റവും വലിയ
ചുറ്റമ്പലമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത്. മനോഹരമായ ഒരു വട്ട ശ്രീകോവിലാണ് ക്ഷേത്രത്തിലുള്ളത്. മുൻഭാഗത്തായിട്ട് സാമാന്യം വലിപ്പമുള്ള ബലിക്കല്ല് കാണാം. ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തായി കുറെ പടികൾ കാണാം. കുറെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പടികൾ. ഒന്നൊന്നായി താഴേക്ക് ഇറങ്ങുമ്പോൾ ഇരുവശത്തും ഇടയ്ക്കൊക്കെ ചില വീടുകൾ കാണാം. ഒപ്പം ധാരാളം മരങ്ങളും ചെടികളും ഒക്കെ കാണാം. തികച്ചും വിജനമായ ഒരു പ്രദേശത്തു കൂടി നടന്നു പോകുന്ന പ്രതീതിയാണ്. നേരെ താഴേക്ക് എത്തുമ്പോൾ വലിയൊരു ക്ഷേത്രക്കുളം നമുക്കവിടെ കാണാനായി സാധിക്കും. സാമാന്യം വലിയ കുളം തന്നെയാണ്. ഈ കാണുന്നത് പോലെ കുറെ നിർമ്മിതികളും ഇതിന് അഭിമുഖമായിട്ട് ഉള്ളതായി കാണാം. അവയൊക്കെ തന്നെ ഇന്ന് തകർന്ന അവസ്ഥയിലാണ്. പക്ഷേ വളരെ പുരാതന കാലത്ത് ഈ ക്ഷേത്രക്കുളത്തിലെ വെള്ളം ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്നു. ശ്രദ്ധിക്കേണ്ടത്, ഇറങ്ങി വന്നതുപോലെ അല്ല തിരികെ കയറി പോവുക എന്നത്. അത്യാവശ്യം ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് ശീലമില്ലാത്തവർക്ക്. തിരികെ കയറി പോകുമ്പോൾ ഒരല്പം പ്രയാസമൊക്കെ തോന്നിയാലും പടികൾ കയറി മുകളിലേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് ക്ഷേത്രം നമ്മളിങ്ങനെ കാണുന്നൊരു സമയമുണ്ട്. അതായത് ക്ഷേത്രത്തിന്റെ ഒരു ചെറിയ ഭാഗം കണ്ട് അതിന്റെ ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നൊരു സമയം. ആ പടികൾ കയറി ക്ഷേത്രം ഇങ്ങനെ തെളിഞ്ഞു കാണുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, തികച്ചും വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആണ്. അത് അനുഭവിക്കേണ്ട ഒന്ന് തന്നെയാണ്. പുറത്തുനിന്ന് ഈ ക്ഷേത്രത്തെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര വലിയൊരു മഹത്തായ ക്ഷേത്രത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന്. അതിൻ്റെ ആ ഒരു പ്രൗഢിയും ആ ക്ഷേത്രത്തിന്റെ കവാടത്തിലും ഗോപുരത്തിലുമുള്ള കൊത്തുപണികളും മതിലിൽ കാണപ്പെടുന്ന കൊത്തുപണികളുമൊക്കെ പുരാതന കാലത്തെ നമ്മുടെ സമൃദ്ധമായ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിലേക്ക് പുലർച്ചെയാണ് ഞാൻ എത്തിയത്. സത്യത്തിൽ എത്ര ശാന്തമായ ഒരു അനുഭവമായിരുന്നുവെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ മാത്രമാണ് പ്രേക്ഷകരിലേക്ക് ഇത് എത്തിക്കാൻ കഴിഞ്ഞത്. ഞാൻ അവിടെ എത്തുമ്പോഴുള്ള സാഹചര്യമാണ് വീഡിയോയിൽ. ചുറ്റിനും ധാരാളം ചെടികളും മരങ്ങളുമൊക്കെ ഉണ്ട്. പക്ഷേ പ്രകൃതി രമണീയമായ തികച്ചും ശാന്തമായ ഒരു ക്ഷേത്രമാണ്. മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ഏറ്റവും നല്ലൊരു ക്ഷേത്രമാണ്. ഒരിക്കലെങ്കിലും ദർശനം നടത്തിയിരിക്കേണ്ട ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടാണ് ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നിയത്. ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ ഈ ക്ഷേത്രത്തിലേക്ക് എത്താവുന്നതാണ്. ഞാൻ എന്തായാലും അതിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റായിട്ട് പിൻ ചെയ്ത് കൊടുക്കാം. പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. നിങ്ങൾ ഇതിനു മുമ്പ് ഈ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി ഒന്ന് കമന്റ് ചെയ്യൂ. മറ്റൊരു ക്ഷേത്രത്തിന്റെ വീഡിയോയുമായി വീണ്ടും എത്താം.